ഹായ് ഓൾ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഞാൻ ആബിദ ബിൻ അബ്ദുസമദ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനർ ആൻഡ് ഇസ്ലാമിക് സോഷ്യൽ മീഡിയ മാനേജർ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ കയ്യിൽ 5 പൈസ ഇല്ല, നമ്മുടെ ആകെ ബ്ലോക്കായി നിൽക്കാണ്. പക്ഷെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് ഒരു എന്തെങ്കിലും ഒരു സർവീസ് എങ്കിലും ചെയ്തിട്ട് വീട്ടിലിരുന്ന് തന്നെ ചെയ്തിട്ട് ഏണിങ്സ് സമ്പാദിക്കണം. ഇങ്ങനെയൊക്കെ ഉള്ളവർക്ക് എങ്ങനെ വീട്ടിലിരുന്നിട്ട് നമ്മുടെ ആത്മാർത്ഥതയും കഴിവും കൊണ്ട് ഒരു ബിസിനസ് സെറ്റ് ആക്കാന്നുള്ളതാണ് ഫ്രം ദി സ്ക്രാച്ച്. 5 പൈസ കയ്യിലില്ല, എന്ത് ചെയ്യണമെന്ന് ഐഡിയ ഇല്ല, എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയില്ല. ഇങ്ങനെ ഒരു അവസ്ഥയിൽ ഉള്ള ആളാണെങ്കിലെങ്കിൽ കണ്ടു നോക്കൂട്ടോ. കൂടാതെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണമെന്നും എന്തൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയും ഇതിൽ വിശദീകരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പലരുടെയും പ്രശ്നമാണ് നമ്മൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്ന സമയത്ത് കിട്ടുന്ന ജോലിക്കൊക്കെ പോയി നോക്കുക, അല്ലെങ്കിൽ കിട്ടുന്ന എന്ത് വർക്കും ചെയ്യാനുള്ള ഒരു മനസ്സ് കേട്ടാവും നിൽക്കുന്നത്. കാരണം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്ത് ഏണിങ്സ് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളതാവും. കൂടുതൽ ഐഡിയകളൊന്നും ഉണ്ടാവില്ല. അതൊരു തെറ്റായ തീരുമാനമാണെന്ന് ഞാൻ എൻ്റെ ലൈഫിൽ നിന്ന് മനസ്സിലാക്കിയത്. നമ്മൾ എപ്പോഴും ഒരു 2 വർഷത്തിന് ശേഷം നമ്മൾ എങ്ങനെ കാണണോ അത് നമ്മൾ കണ്ണടച്ചിരുന്ന് നമ്മളെ കഴിവുകളൊക്കെ വെച്ച് ആ ഒരു കാര്യം ഏൺ ചെയ്യുന്നത്, ആ ഒരു കാര്യം ഉണ്ടാക്കിയെടുക്കുന്നത് മനസ്സിൽ കാണുക. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കുക, അതിന് എത്ര രൂപ വേണ്ടി വരും നമ്മുടെ ആ സ്വപ്നം സഫലമാവാൻ, അതുപോലെ നമുക്ക് എന്തെല്ലാം കഴിവുണ്ട്, ഇതിൽ ഏത് കഴിവ് വെച്ചിട്ടാണ് ആ സ്വപ്നത്തിലേക്ക് എത്താൻ കഴിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നോക്കാം. ഞാനിതിൽ ടാലന്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അങ്ങനെ നിങ്ങളെ ടാലന്റ് ടെസ്റ്റും അതുപോലെ തന്നെ ഏതാണ് ചെയ്യാൻ നല്ലതെന്നും ചാറ്റ് ജി പി ടിനോ ചോദിക്കാം. അപ്പൊ ചാറ്റ് ജി പി ടി ഏകദേശം ഒരു ഐഡിയ പറഞ്ഞു തരും. ഓക്കെ, ഇപ്പം 2 വർഷം കൊണ്ട് എനിക്ക് 10 ലക്ഷം സമ്പാദിക്കണം, അല്ലെങ്കിൽ 1 കോടി രൂപ സമ്പാദിക്കണം, അതിന് എൻ്റെ കയ്യിൽ ഇത്രയും ഉം, എൻ്റെ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്, ഇന്ന കാര്യങ്ങളൊക്കെയാണ്, ഇതിൽ ഏതെങ്കിലും ചെയ്താൽ എനിക്ക് സമ്പാദിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കാം. അത് മലയാളത്തിലാവാം, ഇംഗ്ലീഷിലാവാം. അങ്ങനെ ചോദിക്കുമ്പം ചാറ്റ് ജി പി ടി മറുപടി പറയും. മുഴുവനായിട്ടും ശരിയാണെന്നല്ല, എന്നാലും ഒരു മുക്കാൽ ഭാഗമൊക്കെ നമുക്ക് ഏകദേശം ഐഡിയ കിട്ടുന്ന രീതിയിൽ മറുപടി ഓക്കെയാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറയുന്നത് ഒരു ബിസിനസ് തുടങ്ങും മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം എന്നാണ് ഞാൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് ചാറ്റ് ജി പി ടി പറഞ്ഞു തന്നത്, ഒന്നാമത്തെ കാര്യം നമ്മളെ പാഷനും ഇൻട്രസ്റ്റും നോക്കുക. നമുക്ക് ഒരു പാഷൻ ഉണ്ട്, ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ഇത് രണ്ടും ഇല്ലാതെ പാഷൻ ഉള്ളതെല്ലാം നമ്മളെ ബിസിനസ് ആക്കി മാറ്റണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം പാഷനുള്ള കാര്യത്തിന് തന്നെ ചിലപ്പം മാർക്കറ്റിൽ അത്രയും വാല്യൂ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ പിന്നാലെ പോയിട്ട് ഒരു കാര്യം ഉണ്ടാവില്ല. അല്ലെങ്കിൽ നമ്മളെ ഈ സ്വപ്നങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ മാത്രമുള്ള പൊട്ടൻഷ്യൽ ആ പാഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് ആയിട്ട് അത് നമുക്ക് ഹോബി ആയിട്ട് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ തന്നെ ബിസിനസ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ബിസിനസ് എപ്പോഴും പലപ്പോഴും നമുക്ക് ഇതിൽ ബുദ്ധിമുട്ടുകൾ വരും, അപ്പോഴൊക്കെ ഡ്രോപ്പ് ചെയ്യാൻ തോന്നും. അപ്പം ഡ്രോപ്പ് ചെയ്യാതെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരിക്കണം. ഓക്കെ, നിങ്ങൾ ആ ബിസിനസ്സിൽ സമയം നൽകാൻ തയ്യാറാണോ? നിങ്ങൾക്ക് ആ മേഖലയുമായി ബന്ധപ്പെട്ട അറിവോ പ്രീവിയസ് എക്സ്പീരിയൻസോ ഉണ്ടോ? ഇതിനൊക്കെ മറുപടി കൊടുക്കുക. അതുപോലെ മാർക്കറ്റ് റിസർച്ച് നടത്തുക. നമുക്ക് മാർക്കറ്റ് റിസർച്ച് നടത്താൻ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഗൂഗിളിൽ ടൈപ്പ് ചെയ്ത് നോക്കുക, ഈ നമ്മുടെ അതേ ഈ സംഭവം ആരെങ്കിലും സെർച്ച് ചെയ്യുന്നുണ്ടോന്ന്. യൂട്യൂബിൽ അങ്ങനത്തെ കണ്ടന്റുകൾക്ക് എങ്ങനെ വ്യൂസ് ഉള്ളത് നോക്കാം. കാരണം അങ്ങനത്തെ കോണ്ടന്റുകൾക്ക് വ്യൂസ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ആവശ്യക്കാരുണ്ടെന്നാണ്. പിന്നെ ഫേസ്ബുക്കിൽ നമുക്ക് ഈ ഗ്രൂപ്പുകളിൽ അന്വേഷിക്കാൻ പറ്റും, ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയാൽ സക്സസ് ആവാൻ സാധ്യത ഉണ്ടോ. നമ്മളെ നാട്ടിൽ തന്നെ ഇറങ്ങിയിട്ട് ചോദിക്കാൻ പറ്റും.
പക്ഷെ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ആണോ ചെയ്യുന്നത് അതിന്റെ കസ്റ്റമർ എവിടെയാണോ അവിടെ പോയി ചോദിക്കണം കേട്ടോ. ഇപ്പം പ്രീമിയം ഒരു പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ നമ്മൾ നാട്ടിലെ കവലയിലെ സാധാ കടക്കാരോട് പോയിങ്ങാണ്ട് ഇതൊക്കെ ഇവിടെ ചെലവാകുമെന്ന് വെച്ചാൽ അവരില്ല പറയും. അതിന്റെ അർത്ഥം ആ പ്രീമിയം പ്രൊഡക്റ്റിന് കച്ചവടം കിട്ടൂല എന്നല്ല. ഓക്കെ, നമ്മളെ മാർക്കറ്റ് എവിടെയെന്ന് മനസ്സിലാക്കുക, ഈ കസ്റ്റമേഴ്സ് എവിടെയെന്ന് മനസ്സിലാക്കുക, അവിടെ നമ്മൾക്ക് എത്രത്തോളം വാല്യൂ ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതിന് ഒന്ന് ഗൂഗിൾ ട്രെൻഡ്സ് എന്ന് പറഞ്ഞ കീവേഡ് സെർച്ച് ചെയ്യുന്ന എഞ്ചിൻ ഉണ്ട്. അവരും ആ അതിൽ പറഞ്ഞുതരും എത്രത്തോളം സെർച്ച് ഓരോ മാസവും വരുന്നുണ്ട് ഇതിനെ പറ്റിയിട്ട് എന്നുള്ളത്. അപ്പൊ നമുക്ക് അതൊരു മെത്തേഡാണ്. ഓക്കെ, പിന്നെ വീഡിയോസിന്റെ വ്യൂസ് നോക്കിയാൽ കിട്ടും. ഈ സെയിം സംഭവങ്ങളെ കോണ്ടന്റുകളെ വ്യൂസ് നോക്കിയാൽ കുറച്ചൊക്കെ കിട്ടാം. അതുപോലെ തന്നെ കമന്റ് ബോക്സുകൾ നോക്കുക. ഇങ്ങനെയൊക്കെ നമുക്ക് മാർക്കറ്റ് റിസർച്ച് നടത്താൻ ഒരുപാട് മെത്തേഡ് ഉണ്ട്. ഞാൻ സിമ്പിൾ ആയിട്ട് പറയണേ. പിന്നെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണെന്ന് ചോദിക്കാം. ഫസ്റ്റില് നമുക്ക് ChatGPT ചോദിക്കും ഇതിന്റെ ടാർഗറ്റ് കസ്റ്റമേഴ്സ് ആരാണെന്ന്. എന്നിട്ട് നമുക്ക് അതിൽ തീരുമാനിക്കാൻ പറ്റും നമുക്ക് ആരെയാണ്. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ഒരു ട്യൂഷൻ എടുക്കുന്ന ആളാണെന്ന് വെച്ചാൽ അവർക്ക് 10ാം ക്ലാസ്സിന് മാത്രം എടുക്കാൻ പറ്റും, +2ന് മാത്രം എടുക്കാൻ പറ്റും, ഈ അതിന്റെ താഴെയുള്ള ഹൈസ്കൂൾ മാത്രം എടുക്കാം, അങ്ങനെ സ്പെസിഫിക് ആക്കാൻ പറ്റും. നേരെ മറിച്ച് 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ എന്ന് പറയുമ്പോൾ അതൊരു സ്പെസിഫിക് അല്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു ബ്രാൻഡായിട്ട് വളരാൻ കഴിയില്ല. നമ്മൾ നമ്മളെ കഴിവിന് മാക്സിമം കൂടുതൽ കൂടുതൽ സ്കില്ല് വളർത്തിയെടുക്കുമ്പോഴാണ് നമുക്ക് ബ്രാൻഡ് ആക്കാൻ കഴിയുള്ളൂ. അപ്പം നമുക്ക് എല്ലതും കൂടി ആകുമ്പോൾ നമുക്ക് ഓവർ ആയിട്ട് കയറും. അത് പിന്നെ ഒരു ബ്രാൻഡ് ആക്കി എടുക്കാനൊന്നും പറ്റില്ല. സാധാ ഒരു ട്യൂഷൻ സെന്റർ പോലെ മുന്നോട്ട് പോകാനേ കഴിയുള്ളൂ. പിന്നെ ഉള്ളത് ടാർഗറ്റ് കസ്റ്റമേഴ്സിനുള്ള ഡിമാൻഡ് അല്ലെങ്കിൽ അവർക്ക് സപ്ലൈ എങ്ങനെയാണ്, അതുപോലെ തന്നെ അവർക്ക് എങ്ങനെയാണ് കൊടുക്കുന്നത്, അതുപോലെ തന്നെ അവരെങ്ങനെയാണ് പ്രശ്നം പരിഹരിക്കുന്നത്, അവർക്ക് എന്താണ് പെയിൻ പോയിന്റ് ഉള്ളത്, അവർക്ക് എന്താണ് ഇതുവരെയുള്ള നമ്മളെ നിലവിലുള്ള സംരംഭങ്ങളിൽ നിന്ന് കിട്ടാത്തത് എന്താണ്, നമ്മുടെ സംരംഭം അവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്. അങ്ങനെ നോക്കിയിട്ട് അതിന് ആ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വേണം നമ്മൾ നമ്മളെ സംരംഭം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നീടുള്ളത് ടാർഗറ്റ് ഓഡിയൻസിനെ നിശ്ചയിക്കാം. ആരാണ് പ്രാഥമിക ഉപഭോക്താക്കൾ, വിദ്യാർത്ഥികള്, വർക്കിംഗ് പ്രൊഫഷണൽസ്, വീട്ടമ്മമാർ, ഇങ്ങനെ. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അവരുടെ പെയിൻ പോയിന്റ്സ്, അവരുടെ ബഡ്ജറ്റ്, ലൊക്കേഷന്, ലാംഗ്വേജ് എല്ലാം മനസ്സിലാക്കുക, പ്രിഫറൻസ് എല്ലാം മനസ്സിലാക്കുക. ഞാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്ന ഒരു കാര്യത്തിന് ഇംഗ്ലീഷിലോ അല്ലെങ്കിൽ ഹിന്ദിയിലോ തമിഴിലോ പോയാണ്ട് മാർക്കറ്റിംഗ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ സ്പെസിഫിക് ആയിട്ട് നമ്മളെ ടാർഗറ്റ് എന്താണെന്ന്, ടാർഗറ്റ് ഓഡിയൻസ് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ഓക്കെ. അപ്പോൾ ആരാണ് നിങ്ങളെ പ്രാഥമിക ഉപഭോക്താക്കൾ? ഉദാഹരണം വിദ്യാർത്ഥികൾ, വർക്കിംഗ് പ്രൊഫഷണൽസ്, വീട്ടമ്മമാര് തുടങ്ങിയവർ. പിന്നെ അവരെ പെയിൻ പോയിന്റ്സ് കണ്ടെത്തുക പറഞ്ഞു. ഇനിയുള്ളത് മൂല്യനിർണ്ണയമാണ്, വാല്യൂ പ്രൊപ്പോസിഷൻ. നിങ്ങൾ നൽകുന്ന സേവനത്തിൽ എന്താണ് മറ്റുള്ളതിനേക്കാളും ബെറ്റർ, എന്താണ് വ്യത്യാസമാക്കുന്നത്, എന്താണ് കൂടുതൽ കൊടുക്കുന്നത്. ഇത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എന്നാലേ നമുക്കൊരു ബ്രാൻഡാക്കി മാറ്റാൻ പറ്റുള്ളൂ. മറ്റുള്ളവർ അതുപോലെ തന്നെ ചെയ്യാന്ന് വെച്ചാൽ അതൊരിക്കലും ബ്രാൻഡായി മാറുന്നില്ല. അവരെക്കാൾ കൂടുതൽ എന്തോ നമ്മുടെ കസ്റ്റമേഴ്സിന് നമ്മൾ കൊടുക്കണം. ഓക്കെ, ഇനി ഉള്ള തീരുമാനിക്കേണ്ടത് ലോ കോസ്റ്റ് ആണോ, ഹൈ ക്വാളിറ്റി ആണോ, ഫാസ്റ്റ് ഡെലിവറി ആണോ, കസ്റ്റമൈസ്ഡ് ആണോ, എന്താണ് പ്രത്യേകത എന്നുള്ളത്. അതിന് ശേഷം ബിസിനസ് മോഡൽ, എങ്ങനെയാണ് നിങ്ങൾ വരുമാനം നേടാൻ പോകുന്നത്. പ്രൊഡക്റ്റ് സെയിൽസ് ചെയ്തിട്ടാണോ, സർവീസ് ഫീ യൂസ് ചെയ്തിട്ടാണോ, സബ്സ്ക്രിപ്ഷൻ മാസം മാസം സബ്സ്ക്രിപ്ഷൻ എടുത്തിട്ടാണോ, നിങ്ങൾ റിക്വയറിങ് ഇൻകം ഉണ്ടാക്കുമോ, അതുമായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങൾ. പിന്നെ പറ്റിയ പ്ലാറ്റ്ഫോം തിരഞ്ഞെടുക്കുക, ഓൺലൈൻ ഓർ ഓഫ്ലൈൻ ഓർ ഹൈബ്രിഡ്. എന്ന് വെച്ചാൽ ഓൺലൈൻ ആണോ അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് നമ്മുടെ ഈ നാട്ടിലെ ഒരു ട്യൂഷൻ സെന്ററോ അങ്ങനെ എന്തെങ്കിലും സർവീസോ കാര്യമാണോ,
അല്ലാന്നുണ്ടെങ്കിൽ ഹൈബ്രിഡ് രണ്ടും കൂടി ഓൺലൈനും ഓഫ്ലൈനും കൂടി മിക്സ് ചെയ്തിട്ടാണോ? അതുപോലെ തന്നെ വെബ്സൈറ്റിലാണോ, വാട്സപ്പ് ഫേസ്ബുക്കിലാണോ, എന്താണ് മികച്ച മാർഗം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയും സെലക്ട് ചെയ്യാം. പിന്നെ ഉള്ളത് ഇൻവെസ്റ്റ്മെന്റ് ബഡ്ജറ്റ്, ടോട്ടൽ എത്ര കോസ്റ്റ് വരും, ഇറക്കുന്നുണ്ടോ, കോസ്റ്റ് കൊടുക്കുന്നുണ്ടോ, പ്രൊഡക്റ്റോ പാക്കേജിങ്ങോ മാർക്കറ്റിങ്ങോ ടൂൾസോ വെബ്സൈറ്റോ ഫ്രീലാൻസർ ചാർജോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ, അതൊക്കെയും നമ്മൾ ആദ്യം തീരുമാനിക്കാം. പിന്നെ സീറോ ബഡ്ജറ്റ് ആയിട്ട് തുടങ്ങാമോ? പറ്റും. ഫ്രീ ടൂൾസ് യൂസ് ചെയ്യാൻ പറ്റും, സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് വാട്സപ്പ് മാർക്കറ്റിംഗ് യൂസ് ചെയ്ത് എല്ലാം നമുക്ക് ഫ്രീ സീറോ ബഡ്ജറ്റിലും തുടങ്ങാൻ പറ്റും. പിന്നെ തുടക്കത്തിൽ ലൈസൻസുകളൊന്നും വേണ്ട, ചെറിയ ബിസിനസ് ആകുമ്പോൾ. പിന്നീട് ഒരു 3 മാസം 6 മാസം ആകുമ്പോഴത്തേന് MSME രജിസ്ട്രേഷനോ അല്ലെങ്കിൽ ഉദ്യം രജിസ്ട്രേഷന് തുടങ്ങി. പിന്നെ കൂടുതൽ വരുമാനം ഉണ്ടാകുമ്പോൾ GST എടുക്കുക. അതുപോലെ ലോഗോ, ട്രേഡ് മാർക്ക്, ഫുഡിൻ്റെതാണ് വെച്ചാൽ FSSI, ഇങ്ങനെ പിന്നീട് നമ്മൾ ലൈസൻസുകൾ എടുക്കുക. ഫുഡിൻ്റെതാകുമ്പോൾ ഫസ്റ്റ് തന്നെ FSSI രജിസ്ട്രേഷൻ ചെയ്യണം, അല്ലാന്നുണ്ടെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാവും. ഓക്കെ. ഉദ്യം രജിസ്ട്രേഷൻ എടുക്കാൻ 5 പൈസ ചെലവില്ല. പിന്നെ ഉള്ളത് ബ്രാൻഡിങ് സ്ട്രാറ്റജി. നിങ്ങളുടെ ബിസിനസിന്റെ പേരെന്താണ്, ലോഗോ, കളറ്, സ്റ്റൈല്, ടാഗ് ലൈൻ, ഇതെല്ലാം തീരുമാനിക്കാം. പിന്നെ ഇമോഷണൽ കണക്ട് ഉണ്ടാക്കുന്ന രീതിയിലാക്കുക. അതെ, എന്ന് വെച്ചാൽ നമുക്ക് ഒന്നെങ്കിൽ എന്തെങ്കിലും ഒരു ഹാപ്പിനെസ്സോ ക്യൂരിയോസിറ്റിയോ അങ്ങനെ എന്തെങ്കിലും ഒരു ഇമോഷണൽ കണക്ട് അതുമായിട്ട് വേണം. ആ രീതിയിൽ ചെയ്യുകയാണെന്ന് വെച്ചാൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. കളേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ റെഡ് ആണെങ്കിൽ സ്ട്രോങ്, അങ്ങനെ കുറച്ച് കളർ സ്ട്രാറ്റജികളൊക്കെ ഉണ്ട് ബ്രാൻഡിങ്ങിന്റെ. ഓക്കെ, വരും വീഡിയോസിൽ ഉണ്ടായിരിക്കും. പിന്നെ ഉള്ളത് മാർക്കറ്റിംഗ് പ്ലാന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ChatGPT-യോട് വന്ന് സെർച്ച് ചെയ്താൽ മതി. ഞാനിത് ഈസി ആയിട്ട് പെട്ടെന്ന് തീർക്കാനാണ്. മാർക്കറ്റിംഗ് പ്ലാന് സോഷ്യൽ മീഡിയ വഴി എങ്ങനെ പ്രൊമോട്ട് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ കോണ്ടന്റുകളൊക്കെ ആദ്യം തീരുമാനിക്കുക. അതുപോലെ തന്നെ റെഫറൽ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സിനെ യൂസ് ചെയ്യുന്നുണ്ടോ, വാട്സപ്പ് ചെയ്യുന്നുണ്ടോ, ഫ്രീ വെബ്സൈറ്റ് ചെയ്യുന്നുണ്ടോ, യൂട്യൂബ് റീൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. പിന്നെ സീറോ ബഡ്ജറ്റ് മാർക്കറ്റിംഗ് ഹാക്സ് നോക്കാം. സീറോ ബഡ്ജറ്റിൽ മാക്സിമം മാർക്കറ്റിംഗ് ചെയ്യാനുള്ള രീതികൾ നോക്കാം. പിന്നെ കസ്റ്റമർ ഹാൻഡ്ലിംഗ് പ്ലാന്, കസ്റ്റമേഴ്സിനെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യാൻ ഉദ്ദേശിച്ചത്. ഫസ്റ്റ് ഒരു എൻക്വയറി വന്നു, അത് അവരെ നേരെ സെയിൽസ് ഫണലിൽ യൂസ് ചെയ്തു അല്ലെങ്കിൽ ഫോളോ അപ്പ് ചെയ്തു, ആ രീതിയിലാണോ, ഏത് രീതിയിലാണ്, നേരെ എൻക്വയറി വന്നു അപ്പൊ തന്നെ സെയിൽ ഔട്ട് ആക്കി, ആ രീതിയിലാണോ, ഏത് രീതിയിലാണെന്നുള്ളത് നോക്കുക. പിന്നെ ഫീഡ്ബാക്ക് കളക്ഷൻ ആൻഡ് റിവ്യൂ സ്ട്രാറ്റജി, നമ്മൾ എപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിന്റെ റിവ്യൂസ് കളക്ട് ചെയ്യാം. അത് ഏത് രീതിയിലാണ് കളക്ട് ചെയ്യേണ്ടത് എന്നുള്ള ആദ്യം തീരുമാനിക്കുക. വീഡിയോ ആയിട്ടാണോ, അല്ലെങ്കിൽ ഗൂഗിൾ മൈ ബിസിനസ് പ്രൊഫൈലിലാണോ, നമ്മുടെ വെബ്സൈറ്റിലാണോ, എങ്ങനെയാണോ അല്ലെ ഫീഡ്ബാക്ക് കളക്ട് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം. അതുപോലെ തന്നെ റിവ്യൂ സ്ട്രാറ്റജിയും ഉണ്ടാക്കിയെടുക്കാം. പിന്നെ സ്കെയിലബിലിറ്റി, എത്രത്തോളം വലുതാക്കാൻ പറ്റും എന്നുള്ളത് ചെക്ക് ചെയ്യാം. ലോങ് ടേം ആയി നിലനിർത്താൻ പ്ലാൻ ഉണ്ടോ നോക്കുക, ഉണ്ടെങ്കിൽ അത് എത്രത്തോളം നമുക്ക് സക്സസ് ആവും എന്നുള്ളത് നോക്കുക. പിന്നെ നല്ലൊരു സപ്പോർട്ടീവ് സിസ്റ്റം ബിൽഡ് ചെയ്യാൻ നോക്കുക. അത് നമ്മുടെ ഫാമിലി ആവാം, ഒരു ടീം ആവാം. നമ്മളെ ഫാമിലീന്റെ ഫുൾ സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഒരു ബിസിനസ് എന്തായാലും മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. ഫാമിലിന്റെ സപ്പോർട്ട് ഇല്ലാതെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പോൾ വീട്ടിലല്ലാതെ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മളെ കൊണ്ട് ഒരു ബിസിനസ് മുന്നോട്ട് പോകാൻ കഴിയില്ല. കാരണം അത്യാവശ്യം സ്ട്രഗിള് നമുക്ക് ഓരോ തവണയും ചിലപ്പം വന്നുകൊണ്ടിരിക്കും, പ്രതീക്ഷിക്കാത്ത രീതിയിൽ. പിന്നെ ഫ്രീലാൻസേഴ്സോ ടൂൾസോ ഉപയോഗിക്കാൻ റെഡിയാണോ, ഇതൊക്കെ ആലോചിച്ചാണ് ബിസിനസ് തുടങ്ങേണ്ടത്. ഇനി ഇനിയുള്ളത് പണമില്ലാതെ, ഇത്രയും കാര്യങ്ങളാണ് ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി പണമില്ലാതെ നമുക്ക് ഒരു സർവീസ് ബിസിനസ് തുടങ്ങാം കേട്ടോ. പ്രൊഡക്റ്റ് അല്ല, സർവീസ് ബിസിനസ്. ഓക്കെ. ഇപ്പോൾ ഈ സർവീസ് ബിസിനസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ഉണ്ടാവും എന്താണ് സർവീസ് ബിസിനസ്, എങ്ങനെയാണ് എന്താണെന്നൊക്കെ. ഇപ്പോൾ സർവീസ് ബിസിനസ് മെയിനായിട്ട് ഞാൻ പറയാം, കോണ്ടന്റ് ക്രിയേഷൻ, കൗൺസിലിങ്, ഫ്രീലാൻസിങ്, ഓൺലൈൻ ടീച്ചിങ്, റെസ്യൂം മേക്കിംഗ്,
എഡിറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, ഡിജിറ്റൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്, ഇതൊക്കെ ട്രെയിനിങ് കൊടുക്കുന്നത്, പഠിപ്പിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും ഇതൊക്കെ സർവീസാണ്. ഓക്കെ, ഈ സർവീസ് കാര്യങ്ങൾ മുഴുവനും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഉള്ള മെച്ചം എന്താന്ന് വെച്ചാൽ ഓൺലൈനായിട്ട് നമുക്ക് ഹ്യൂജ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിന് കിട്ടും. നമുക്ക് നമ്മളെ നാട്ടിൽ മാത്രമാണ് വെച്ചാൽ ഇപ്പൊ 1 ലക്ഷം ആളുണ്ടെങ്കിൽ അതിന് ഈ ഒരു ആവശ്യമുള്ളത് ചിലപ്പോൾ 100 ആളാവും. അതിൽ തന്നെ ഒരുപാട് വേറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, വേറെ കടകൾ ഉണ്ടാവും നമ്മളെ. അപ്പൊ നമുക്ക് കിട്ടുക ചിലപ്പോൾ കയ്യിൽ എണ്ണാവുന്നതാവും. ഓക്കെ, അപ്പം എന്തുകൊണ്ടും ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടാനും സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സിനെ കിട്ടാനും ഓൺലൈൻ ചെയ്യുന്നത് ഏറ്റവും നല്ലതാണ്. അപ്പോൾ നമ്മൾ എന്ത് സർവീസാണ് ചെയ്യുന്നതെന്ന് ആദ്യം തീരുമാനിക്കുക. അതിൽ നിങ്ങൾക്ക് വൈഭവം ഉണ്ടായിരിക്കണം, നിങ്ങൾക്ക് സ്കില്ല് ഉണ്ടായിരിക്കണം, നന്നായിട്ട് അറിയുന്ന കാര്യമായിരിക്കണം. അല്ലാതെ അറിയാത്ത കാര്യം പോയാണ്ട് ചെയ്യാൻ നോക്കി ഫ്ലോപ്പ് ആവരുത്. ഓക്കെ, പിന്നെ അത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് റിസർച്ച് നടത്തുക, ടാർഗറ്റ് ഓഡിയൻസ് ആരാണെന്ന് കണ്ടുപിടിക്കുക, അവരെ ബുദ്ധിമുട്ട് എന്താണ്, അവർക്ക് എന്താണ് പെയിൻ പോയിന്റ്, അവരെ ആവശ്യം എന്താണെന്ന് നോക്കുക. ഇപ്പോൾ ഒരു ട്യൂഷൻ സെന്റർ തുടങ്ങുകയാണെന്ന് വെച്ചാൽ വീണ്ടും നിങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ നിങ്ങളെ അടുത്തേക്ക് വേറെ ട്യൂഷൻ സെന്ററിൽ നിന്ന് നിങ്ങളെ അടുത്തേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഒരു കാരണം വേണം. ഒന്നെങ്കിൽ നിങ്ങൾ അത്രയും പക്ക റിയൽ ആയിട്ട് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത്രയും ഫ്രണ്ട്ലി ആയിട്ട്, അല്ലെങ്കിൽ അവരെ ഈസി ആയിട്ട് പഠിക്കാനുള്ള മെത്തേഡുകൾ ഉണ്ടാവും. ഇങ്ങനെ വ്യത്യസ്തമായിട്ട് എന്തെങ്കിലും ചെയ്താലാണ് നമുക്ക് കൂടുതൽ കസ്റ്റമേഴ്സിനെ കിട്ടുക. പിന്നെ ഇതിൽ എത്രത്തോളം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട് നോക്കുക. അത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം കസ്റ്റമേഴ്സിനെ കിട്ടും. പക്ഷെ അത്ര തന്നെ ട്രെൻഡിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു എന്താ ഹ്യൂജ് എമൗണ്ട് ഓഫ് കസ്റ്റമേഴ്സ് ഇല്ലാത്തൊരു ബിസിനസ് ആണെങ്കിൽ അതിൽ ഓൾറെഡി ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്, വേറെ തന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് അത്ര തോന്നെ കസ്റ്റമേഴ്സിനെ കിട്ടില്ല. കാരണം ഈ ഉള്ള കസ്റ്റമേഴ്സിനല്ലേ ഡിവൈഡ് ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് അപ്പൊ എപ്പോഴും യുണീക്കായ കാര്യം എടുക്കാൻ ശ്രദ്ധിക്കുക, യുണീക്കായിട്ട് തന്നെയുള്ള സർവീസ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മളെ കസ്റ്റമേഴ്സ് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഒന്ന് അനലൈസ് ചെയ്യാം. വരാൻ പോകുന്ന കസ്റ്റമേഴ്സ് കേട്ടോ. പിന്നെ ഒരു സർവീസ് ബേസ്ഡ് ബിസിനസ് ആരംഭിക്കാവുന്നത് ഫ്രീലാൻസിങ് ആയിട്ട് ചെയ്യാവുന്നത് കോണ്ടന്റ് റൈറ്റിംഗ്, വീഡിയോ എഡിറ്റിംഗ്, ഗ്രാഫിക് ഡിസൈനിങ്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, പിന്നെ ഓൺലൈൻ ക്ലാസ് എടുത്തു കൊടുക്കുക, സ്പോക്കൺ ഇംഗ്ലീഷ്, എൻട്രൻസ് കോച്ചിങ്, ട്യൂഷന്, എക്സെട്ര എക്സെട്ര നിങ്ങൾക്ക് ഊഹിക്കാം. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് ഇതിൽ തന്നെ ഒരുപാടുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് സർവീസസ് തന്നെ SEM എന്ന് പറയും, സെർച്ച് എഞ്ചിൻ മാർക്കറ്റിംഗ്, ഗൂഗിൾ മാർക്കറ്റിംഗ്, ഗൂഗിൾ ആഡ്സിന്റെ, പിന്നെ ഫേസ്ബുക്ക് മാർക്കറ്റിംഗ്, ഇൻസ്റ്റഗ്രാം മാർക്കറ്റിംഗ്, യൂട്യൂബ് മാർക്കറ്റിംഗ്, പിന്നെ ഈ വെബ്സൈറ്റ് മാർക്കറ്റിംഗ്, ഓർഗാനിക് മാർക്കറ്റിംഗ്, കോണ്ടന്റ് മാർക്കറ്റിംഗ്, ഇങ്ങനെ കുറേ ഉണ്ട്. പിന്നെ അക്കാദമിക് കൗൺസിലിംഗ് സർവീസസ്, നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുക, കൗൺസിലിംഗ് പഠിപ്പിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ കൗൺസിലിംഗ് മറ്റുള്ളവർക്ക് കൗൺസിലിംഗ് ചെയ്തു കൊടുക്കുക. പിന്നെ വാട്സപ്പ് ബിസിനസ് സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മളെ വാട്സപ്പ് ബിസിനസ് ഓരോ ബിസിനസിന്റെയും വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ വാട്സപ്പിലേക്കായിരിക്കും അവരെ പ്രൊമോഷൻസ് ഒക്കെ കണക്ട് ചെയ്തിട്ടുള്ളത്. അപ്പം അവിടെ കസ്റ്റമർ സർവീസ് ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ ജോയിൻ ചെയ്യാൻ പറ്റും. വീട്ടിലിരുന്ന് തന്നെ അവരെ കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുന്ന രീതിയിൽ, ഇപ്പം പണ്ട് ടെലികോളേഴ്സ് ഉള്ള പോലെ ഇപ്പം വാട്സപ്പ് ബിസിനസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ ഫ്രീ ടൂളുകൾ ഉപയോഗിക്കാം. ഫ്രീ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പറ്റും, ഗൂഗിൾ സൈറ്റ്സ്, വിക്സ് ഫ്രീ പ്ലാൻ ഉണ്ട്, വിക്സ് എന്ന് പറഞ്ഞ വെബ്സൈറ്റിന്റെ ഫ്രീ പ്ലാൻ ഉണ്ട്. ഇങ്ങനെ ഫ്രീ വെബ്സൈറ്റ് ഉണ്ടാക്കുക, അതേപോലെ ഫ്രീ ലോഗോ ഡിസൈൻ, ക്യാൻവ, ലൂക്ക. ഓക്കെ, ഞാൻ അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ മെറ്റായി യൂസ് ചെയ്തിട്ട് നല്ല അടിപൊളി ലോഗോകൾ ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് നമ്മൾ അതൊന്ന് കസ്റ്റമൈസേഷൻ ചെയ്താൽ നമുക്ക് അതിൽ ട്രേഡ് മാർക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, ഫ്രീ പ്രൊമോഷൻസ്, നമ്മളെ കളറും ഡിസൈനും ആദ്യം തീരുമാനിക്കണം എന്ന് മാത്രം. ഫ്രീ പ്രൊമോഷൻസ് വാട്സപ്പ് ഗ്രൂപ്പ് വഴി, ഫേസ്ബുക്ക് ഗ്രൂപ്പ് വഴി, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഷോർട്സ്, വീഡിയോസ്, അനവധി നിരവധി മാർഗങ്ങളുണ്ട് പ്രൊമോഷൻസിന് വേണ്ടിയിട്ട്.
ഫ്രീ പേയ്മെന്റ്, ഗൂഗിൾ പേ. നമ്മൾക്ക് 5 പൈസ നമ്മളെ കയ്യിൽ നിന്ന് വാങ്ങുന്നില്ല പേയ്മെന്റ് നടത്തുമ്പോൾ. ഫോൺ പേ, UPI, QR, ഇതൊന്നും നമുക്ക് കോസ്റ്റ് വരുന്നില്ല, ഫ്രീ ആണ്. പിന്നെ ഉള്ളത് പബ്ലിസിറ്റി നേടാം. വാട്സപ്പ് മാർക്കറ്റിങ്ങിലൂടെ പബ്ലിസിറ്റി നേടാം. സ്റ്റാറ്റസും ഗ്രൂപ്പുകളൊക്കെ യൂസ് ചെയ്തിട്ട്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, റീൽസ് യൂസ് ചെയ്തിട്ട്, യൂട്യൂബ്, നോളജ് ഷെയർ ചെയ്യുക, വിശ്വാസം നേടുക. ഓക്കെ. പിന്നെ യൂട്യൂബിലൂടെ നമ്മളെപ്പോഴും വാല്യൂസ് അങ്ങോട്ട് കൊടുത്തോണ്ടിരിക്കുമ്പോഴാണ് നമ്മൾക്ക് റീച്ച് ഉണ്ടാവുക. അല്ലാതെ നമ്മൾ നമ്മളെ പ്രൊഡക്റ്റിന്റെ അല്ലെങ്കിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നാൽ ആർക്കും താല്പര്യം ഉണ്ടാവില്ല കാണാൻ. നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, അവർക്ക് എന്തെങ്കിലും പഠിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ അവർക്ക് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊടുക്കണം. അപ്പോഴാണ് കൂടുതൽ ഓഡിയൻസിലേക്ക് എത്തുക. പിന്നെ ചെറിയ ഗോള് സെറ്റ് ആക്കുക. ഇപ്പൊ ഫസ്റ്റ് 10 ക്ലയന്റിനെ കിട്ടുന്നത്, 1000 പ്രോഫിറ്റ്, 1000 പ്രോഫിറ്റ് കിട്ടുന്നത്, ഫസ്റ്റ് ടെസ്റ്റിമോണിയൽസ് കിട്ടുന്നത്, 100 ഫോളോവേഴ്സ്, ഇങ്ങനെ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ആക്കുക. ആദ്യം നമ്മൾ വിഷനും മിഷനും തയ്യാറാക്കുക, എന്നിട്ട് ഗോൾസ് പ്ലാൻ തയ്യാറാക്കുക, അതിനുശേഷം മാർക്കറ്റിംഗ് പ്ലാൻ തയ്യാറാക്കുക. ഇങ്ങനെ നമ്മൾ പ്ലാനുകൾ തയ്യാറാക്കി അതൊക്കെ ചെറിയ പടികളാക്കി ഗോൾസ് ആക്കി മാറ്റിയിട്ട് മുന്നോട്ട് പോവുക. പിന്നെ ഡെയിലി പ്ലാൻ തയ്യാറാക്കുക. ഇതിനെല്ലാം ChatGPT പറഞ്ഞാൽ 1 by 1 ആയിട്ട് പറഞ്ഞാൽ ചെയ്തുതരും. ഓക്കെ. ഇനിയുള്ളത് സഹപ്രവർത്തകരെ കണ്ടെത്തുക. ഇപ്പൊ നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയില്ലെങ്കിൽ നിങ്ങളെ ഫ്രണ്ട് സഹായിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയില്ലെങ്കിൽ ഫ്രണ്ടിന്റെ ഹെൽപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ ഹെൽപ്പ് ചോദിക്കാം. അവർക്ക് എന്തെങ്കിലും അതിൽ റവന്യൂ ലാഭം കിട്ടുമ്പോൾ എന്തെങ്കിലും ഷെയർ കൊടുക്കുക എന്നറിയാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന കഴിവും അവർക്ക് അറിയാത്തത് എന്തെങ്കിലും അവർക്ക് ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം. ആ രീതിയിൽ സ്കിൽ എക്സ്ചേഞ്ച് ചെയ്യാം. പിന്നീടുള്ള കാര്യം, എട്ടാമത്തെ മൂലധനം ഇല്ലെങ്കിൽ സമയം മുതൽ മുടക്കാവും. ഇൻവെസ്റ്റ് ടൈം ഇഫ് നോ മണി. നിങ്ങൾക്ക് പൈസ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും 2-3 മണിക്കൂർ നിങ്ങളെ ബിസിനസ് വളർത്താൻ വേണ്ടി ഉപയോഗിക്കാം, മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാം, നിങ്ങൾ സെറ്റ് ആക്കാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് വേറെ ജോലിയൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഈ ഒരു ഓൺലൈൻ ബിസിനസ്സിന് വേണ്ടി തന്നെ മാറ്റി വെക്കുക. പിന്നെ യൂസ് ഫ്രീ റിസോഴ്സസ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബ്, ഗൂഗിൾ ഡിജിറ്റൽ ഗാരേജ്, സ്കില്ലപ്പ് ബൈ, സിംപ്ലി ഏൺ തുടങ്ങിയ ആപ്ലിക്കേഷൻസ് ഉണ്ട്, വെബ്സൈറ്റ്സ് ഉണ്ട്. യൂട്യൂബിൽ തന്നെ ഒരുവിധം എല്ലാതും, മലയാളത്തിൽ തന്നെ ഒരുവിധം എല്ലാതും പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പൊ നമുക്ക് കൂടുതൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ, എല്ലാ കാര്യം എന്ത് കാര്യവും പഠിക്കണം എന്നുണ്ടെങ്കിലും ഇങ്ങനെ ഫ്രീ ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റും, ഫ്രീ റിസോഴ്സസ്. പിന്നീടുള്ളത് രജിസ്ട്രേഷൻ. ഒരു 3 മാസം 6 മാസത്തിന് ശേഷം ഉദ്യമ രജിസ്ട്രേഷനോ MSMEയോ അങ്ങനെ എന്തെങ്കിലും രജിസ്റ്റർ ചെയ്യാം. പണത്തിനേക്കാൾ വലിയ മൂലധനം നിങ്ങളുടെ അറിവും ശ്രമവുമാണ്. അതിന്റെ തന്നെ മാതൃകയിൽ പണമില്ലാതെ ബിസിനസ് ആരംഭിക്കാൻ കഴിയും. അതെ, ഞാൻ സ്റ്റാർട്ട് ചെയ്തത് സീറോ ബഡ്ജറ്റ് ഓൺലൈൻ മാർക്കറ്റിംഗ് ട്രെയിനിങ് പൈസ ഇല്ലാതെയാണ്. പൈസ ഇല്ലാതെ എന്ന് വെച്ചാല് നെറ്റ് വേണം, നമുക്ക് ഇന്റർനെറ്റ് വേണം, ഒരു മൊബൈൽ വേണം, പിന്നെ നമുക്ക് ടൈം വേണം, നമുക്ക് പഠിപ്പിക്കാനുള്ള മനസ്സ് വേണം, കോൺഫിഡൻസ് വേണം, സെൽഫ് കോൺഫിഡൻസ്, പിന്നെ നമുക്ക് മൊഡ്യൂളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും വീഡിയോസ് ഉണ്ടാക്കാനും ഒക്കെയുള്ള ആ ഒരു മോട്ടിവേഷൻ വേണം. ഇതൊക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഓൺലൈനായിട്ട് സർവീസ് കൊടുക്കുന്ന രീതിയിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇനി ഇതിപ്പോ ഞാൻ തുടങ്ങാനുള്ള രീതിയാണ് പറഞ്ഞത്. ഇനി ഇത് മാർക്കറ്റ് ചെയ്യണ്ടേ? നിങ്ങൾ ഇനി ഇങ്ങനെ തുടങ്ങിക്കോളിന്ന് അങ്ങോട്ട് പറഞ്ഞു വിട്ടാൽ ശരിയാവില്ലല്ലോ, അല്ലേ? അപ്പൊ ഇനി ഇത് മാർക്കറ്റിംഗ് ചെയ്യൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഒന്നാമത്തെ കാര്യം, സെറ്റ് യുവർ ഗോൾ. നിങ്ങളെ ലക്ഷ്യം എന്താണെന്ന് മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും എളുപ്പം നിങ്ങൾക്ക് എന്ത് കിട്ടണം എന്നുള്ളത് നോക്കുക. എന്താണ് വേണ്ടത്? കൂടുതൽ വിൽപ്പനയാണോ, കൂടുതൽ ഫോളോവേഴ്സ് ആണോ, കൂടുതൽ സ്റ്റുഡൻസ് ആണോ? അപ്പൊ നമുക്ക് ലക്ഷ്യം ഫസ്റ്റ് നമ്മൾ ഒരു വിഷൻ തയ്യാറാക്കി നമ്മൾ ഒരു 2 വർഷത്തിന് ശേഷം നമ്മൾ കാണുന്നത്, നമ്മൾ ആ ഒരു കാറിൽ വന്നിറങ്ങുന്നു, നമുക്ക് ആ ഒരു ബിസിനസ് ഇത്രയും വലിയ
ഓഫീസ്, അവിടെ ഇത്ര ആളുകള് ഒക്കെ നമ്മൾ അത് സ്വപ്നം കാണുന്ന പോലെ കാണുന്നു. അതാണ് വിഷൻ. കറക്റ്റ് ആയിട്ട് എഴുതി വെക്കുക അത്. ആ വിഷനിലേക്കാണ് നമ്മൾ ഇനി യാത്ര ചെയ്യാൻ പോണേ. ഓക്കെ. പിന്നെ അതിന് എന്തൊക്കെ വേണം എന്നുള്ളത്, മിഷൻ എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഈ ChatGPT തന്നെ ടൈപ്പ് ചെയ്ത് നോക്കിയാൽ കിട്ടും. അത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് എന്താണ്, ഇപ്പം അതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് വിൽപ്പന കൂട്ടുകയാണോ, ഫോളോവേഴ്സ് ആണോ, സ്റ്റുഡൻസ് ആണോ? അപ്പം കോണ്ടന്റ് മാർക്കറ്റിംഗ് ആണെന്ന് വെച്ചാൽ ഫോളോവേഴ്സ്, കൂടുതൽ സ്റ്റുഡൻസിനെയാണോ വേണ്ടി, അല്ലെങ്കിൽ കൂടുതൽ ആൾ വെബ്സൈറ്റിൽ കയറുകയാണോ വേണ്ടത്, അങ്ങനെ എന്താണെന്ന് തീരുമാനിക്കാം. ഇപ്പോ ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാല് ഈ മാസം 10 പേർക്കെങ്കിലും പെയ്ഡ് ട്രെയിനിങ് വിൽക്കണം, അല്ലെങ്കിൽ 30 ദിവസം കൊണ്ട് 1000 ഫോളോവേഴ്സിനെ നേടണം. ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഗോൾസ് സെറ്റ് ചെയ്യാം. പിന്നെ ടാർഗറ്റ് ഓഡിയൻസിനെ മനസ്സിലാക്കുക. സാധാരണ ഓഫറിന് വ്യത്യസ്തമായ ഒരു ഓഫർ ഉണ്ടാക്കുക. നിങ്ങളെ പ്രൊഡക്റ്റ് സർവീസ് എന്താണോ അതിന്റെ പ്രത്യേകത എന്താണോ, അതിന്റെ ലാഭം എന്താണ്. ഇപ്പം എന്റെ കോഴ്സ് പറയുകയാണെന്ന് വെച്ചാൽ 6000 റുപ്യന്റെ കോഴ്സ് 500 റുപ്യക്ക് ലിമിറ്റഡ് ടൈം ഓഫറാണ്. 20 ആൾക്ക് മാത്രം. ആ 21ാമത്തെ ആൾക്ക് ഞാൻ കൊടുക്കൂല. ഓക്കെ, ഇതാണ് എന്റെ ഓഫർ. അതുപോലെ തന്നെ അത് സ്റ്റാർട്ടിങ് ടൈം ഓഫറാണ്. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് 6000 രൂപ വരുന്നതാണ്. പക്ഷെ അടുത്ത ഓഫർ ഉണ്ടായിരിക്കും. ഈ 500 രൂപയിൽ പിന്നെ ആർക്കും കയറാൻ കഴിയില്ല. പിന്നെ ഉള്ളത് ഒരു പ്രത്യേകത വേണം നമ്മളെ കോഴ്സിന്. ഞാൻ ചെയ്യുന്ന കോഴ്സിനുള്ള പ്രത്യേകത എന്ന് വെച്ചാല് ഞാൻ വെറും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിപ്പിച്ച്, ഞാൻ എന്റെ കാര്യം പറയണം, നിങ്ങൾക്ക് നിങ്ങളെ സർവീസിനെ അതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പറയുന്നത്. ഈ ഞാൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ആപ്പുകൾ അല്ലെങ്കിൽ ആ വെബ്സൈറ്റുകൾ എങ്ങനെ യൂസ് ചെയ്യാന്ന് മാത്രമല്ല പഠിപ്പിക്കുന്നത്, അതെങ്ങനെ കമ്പൈൻ ചെയ്യാം. ഇപ്പോ എന്താന്ന് വെച്ചാൽ ബ്രാൻഡിങ് എന്താണ് എങ്ങനെയെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ബ്രാൻഡിങ് ലോഗോ ചെയ്യണം, കളറ് തീം എടുക്കണം, ഫോണ്ട് സെറ്റ് ചെയ്യണം. പക്ഷെ ഒരാള് ലോ ബ്രാൻഡിങ്ങിന് വേണ്ടി വന്നാൽ എന്ത് ചെയ്യും എന്നുള്ളത് മുഴുവനായിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള മുഴുവനായിട്ട് ഒരു ചെക്ക് ലിസ്റ്റ് ഉൾപ്പെടെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആ രീതിയിലാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. എല്ലാ കാര്യങ്ങളും അങ്ങനെ തന്നെയാണ്. ഇപ്പം റിയൽ ആയിട്ട് നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ വെറുതെ. അതുപോലെ തന്നെ സ്ട്രാറ്റജീസ് പഠിപ്പിക്കുമ്പം പലരും കണ്ടിട്ടുണ്ട്, പലരും ചെയ്യുന്നത് അവരെ ബിസിനസ്സിനെ വിജയിപ്പിച്ച സ്ട്രാറ്റജീസ് എല്ലാവർക്കും പറഞ്ഞിട്ടു. പക്ഷെ ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ നമ്മൾ മാസം മാസം മാറ്റേണ്ടി വരും. ഇപ്പൊ കോണ്ടന്റ് സ്ട്രാറ്റജി മാസം മാസം മാറ്റേണ്ടി വരും. നമ്മൾ എപ്പോഴും ഇങ്ങനെ നമ്മൾ അനലിറ്റിക്സും ആരൊക്കെ കാണുന്നു, എവിടുന്നൊക്കെ കാണുന്നു, എത്ര പ്രായമുള്ളവരാ കാണുന്നത്, ഏത് വീഡിയോ ആണ് കൂടുതൽ റീച്ച് കിട്ടിയത്, ഏത് പ്രൊഡക്റ്റ് ആണ് കൂടുതൽ മെച്ചപ്പെട്ടത്, ഇതൊക്കെ നമ്മൾ മാസം മാസം അല്ലെങ്കിൽ ആഴ്ചയിൽ ആഴ്ചയിൽ ചെക്ക് ചെയ്യണം. അതിനനുസരിച്ച് നമ്മളെ തന്ത്രങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. നമ്മളെ വീഡിയോസ് ഒരു മാസത്തിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലോ കൂടുതൽ റീച്ച് ഉള്ള മോഡൽ ഏതാണോ അതിലേക്ക് നമ്മൾ വേഗം സ്വിച്ച് ചെയ്യണം. അപ്പൊ ആദ്യം ഇതാണ് സ്ട്രാറ്റജി എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. സ്ട്രാറ്റജികൾ എങ്ങനെ ഉണ്ടാക്കാന്നാണ് ഞാൻ പഠിപ്പിക്കുന്നത്. ഇങ്ങനെ കുറെ കാര്യത്തിൽ ഞാൻ വ്യത്യസ്തമായിട്ടാണ് പഠിപ്പിക്കുന്നത്. ശരിക്കും ഒരുമിച്ച് ഒരു സപ്പോർട്ടറായിട്ട് മെന്ററായിട്ട് കൊണ്ടുപോകുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. ഓക്കെ. ഇനി കൂടാതെ ഫ്രീ ട്രയൽ ക്ലാസ് കൊടുക്കുന്നുണ്ട്, ഫ്രീ കോഴ്സ് തന്നെ കൊടുക്കുന്നുണ്ട്. ഇപ്പം സിൽവർ ലെവൽ കോഴ്സ് നമ്മൾ ഓൺലൈനായിട്ട് നമ്മുടെ വിസിബിലിറ്റി ഒന്ന് കാണിക്കാൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് ഞാൻ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ അഡ്വാൻസ്ഡ് ഗ്രോത്ത് ലെവലിലേക്ക് മാറണം എന്നുള്ളവർക്ക് മാത്രമാണ് ഞാൻ അഡ്വാൻസ്ഡ് ആയിട്ട്, കാരണം അഡ്വാൻസ്ഡ് ആകുമ്പോൾ നമ്മൾ പഠിക്കാൻ അത്രയും വില്ലിങ് ആയിരിക്കണം. നമ്മൾ വെറും ഓൺലൈൻ വിസിബിലിറ്റിക്ക് മാത്രം വേണ്ടി ചെയ്യുന്ന അതായിരിക്കില്ല നമ്മൾ ബ്രാൻഡിങ്ങിന് വേണ്ടി ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കാനും വർക്ക് ചെയ്യാനും വില്ലിങ് ആയവർക്ക് മാത്രമാണ്, അതിന് താല്പര്യമുള്ള ഇഷ്ടപ്പെടുന്ന നമ്മളെ എന്തായാലും ഗ്രോത്ത് വേണം എന്ന് തീരുമാനിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഇതിന്റെ പെയ്ഡ് ക്ലാസ്സുകൾ. അതാണ് ഇതിന്റെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ട്രെയിനിങ്ങിന്റെ പ്രത്യേകത. ഓക്കെ, അതാണ് ഞാൻ വ്യത്യസ്തമായിട്ട് പറയാം. ഇനി അടുത്തതായിട്ട് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ലളിതമായ കോണ്ടന്റ് മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കുക. മൂലധനം കുറവായാലും കോണ്ടന്റ് മാർക്കറ്റിംഗ് വല്ലാത്ത ശക്തമാണ്. ഉപയോഗിക്കാവുന്ന പ്ലാറ്റ്ഫോമുകളിലെ ഉള്ളടക്കം. യെസ്.
കോണ്ടന്റ് മാർക്കറ്റിംഗ് ചെയ്യാൻ വലിയ പൈസ ഒന്നും വേണ്ട, പക്ഷെ നമുക്ക് അധ്വാനം ഉണ്ട്. നമ്മളെ ടൈം അത്യാവശ്യം നല്ല കൊടുക്കണം. വാട്സപ്പിലാണെന്ന് വെച്ചാൽ സ്റ്റാറ്റസ് വെക്കുക, വോയിസ്, ടെക്സ്റ്റ്, PDF ഇതെല്ലാം ചെയ്താൽ മതി. ഇൻസ്റ്റാഗ്രാമിൽ റീല്, പോസ്റ്റർ, സ്റ്റോറി, ലൈവ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്, പക്ഷെ ചെയ്യൂല. നമ്മൾ എന്തോ സ്റ്റെക്കാക്കി നിർത്തും. പിന്നെ യൂട്യൂബ് എക്സ്പ്ലെയിനർ വീഡിയോ ചെയ്യാം, ഷോർട്സ് ചെയ്യാം. പിന്നെ ഫേസ്ബുക്കിൽ ഗ്രൂപ്പ് പോസ്റ്റ് ചെയ്യാം, ഫ്രീ പ്രൊമോഷൻസ് ചെയ്യാം. പിന്നെ വെബ്സൈറ്റ്, ബ്ലോഗ്, SEO ആർട്ടിക്കിൾസ്, ബ്ലോഗ് എഴുതുക. പിന്നെ ഇമെയിലിൽ ഫ്രീ ടിപ്സ്, ഓഫർ മെയില്, ലീഡ് ക്യാപ്ചർ ഇതെല്ലാം ഇമെയിലായിട്ട് അയച്ചു കൊടുക്കാം. 7 ദിവസത്തേക്ക് കണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കാം. Day 1 വീഡിയോ, ഈ സർവീസിന് നിങ്ങൾ എന്തിനാണ് വേണ്ടത്. പിന്നെ Day 2 വാട്സപ്പ് സ്റ്റാറ്റസും ടെക്സ്റ്റ് മെസ്സേജും കൊടുക്കുക. ഇൻസ്റ്റാഗ്രാം റീല് Day 3. ഇപ്പോൾ 3 ബെനിഫിറ്റ്, ടോപ്പ് 3 ബെനിഫിറ്റ്സ് ഓഫ് യുവർ സർവീസസ് അങ്ങനെ കൊടുക്കുക. പിന്നെ ടെസ്റ്റിമോണിയൽ വീഡിയോ Day 4 ആകുമ്പോൾ ടെസ്റ്റിമോണിയൽ വീഡിയോ സ്ക്രീൻഷോട്ട് സഹിതം കൊടുക്കുക. ഇങ്ങനെ നമ്മൾ കോണ്ടന്റ് കലണ്ടർ ഉണ്ടാക്കുക. ഓക്കെ, അതിനനുസരിച്ച് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. 6ാമത്തെ കാര്യം മാർക്കറ്റിംഗ് ഫലം വിലയിരുത്തുക. എത്ര പേരാണ് ക്ലിക്ക് ചെയ്തത്. നേരത്തെ പറഞ്ഞ തന്നെ നമ്മളെ ഇൻസൈറ്റ് നോക്കുക. എത്ര പേര് എൻക്വയറി ചെയ്തു, എത്ര പേര് സബ്സ്ക്രൈബ് ചെയ്തു, ഇനി എങ്ങനെ മെച്ചപ്പെടുത്താനുള്ളത് എന്നൊക്കെയും നോക്കുക. അതിനനുസരിച്ച് നമ്മളെ കോണ്ടന്റുകൾ മാറ്റം വരുത്തുക. നമ്മളെ എല്ലാതും സ്ട്രാറ്റജീസിലൊക്കെ അതിനനുസരിച്ച് മാറ്റം വരുത്തുക. പിന്നെ നമുക്ക് ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാവുന്ന ടൂളുകളാണിത്. ഡിസൈൻ ചെയ്യാൻ ക്യാൻവ യൂസ് ചെയ്യാം. ലിങ്ക് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ബിറ്റ്ലി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വെബ്സൈറ്റ് ഉണ്ട്. ബിറ്റ്ലി BITLY bit.ly.com. പിന്നെ പോസ്റ്റർ, സ്റ്റാറ്റസ് വെക്കാൻ ക്യാൻവ യൂസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാമിലോ വാട്സപ്പിലും എല്ലാത്തിലും പോസ്റ്റർ, സ്റ്റാറ്റസ് വെക്കാം, സ്റ്റോറി ഇടാം. വീഡിയോ എഡിറ്റിങ്ങിന് CapCut, ഇൻഷോട്ട് ഇങ്ങനെ ഒരുപാട് ഫ്രീ ടൂൾസ് ഉണ്ട്. ഷെഡ്യൂളിംഗ് ചെയ്യാൻ മെറ്റാ ബിസിനസ് സ്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റും. വാട്സപ്പ്, യൂട്യൂബ് ആണെങ്കിൽ യൂട്യൂബിൽ തന്നെ നേരത്തെ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോ ഉണ്ട് ഷെഡ്യൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്. നമുക്ക് പിന്നേക്ക് ഇപ്പം ഇന്ന് തന്നെ ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 10 ദിവസത്തെ കോണ്ടന്റ് റെഡിയാക്കി വെക്കാവുന്നതേ ഉള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അപ്ലോഡ് ആയിക്കോളും. പിന്നെ വെബ്സൈറ്റ്, ഗൂഗിൾ സൈറ്റ് ഫ്രീ ആണ്, വിക്സ് ഫ്രീ ആണ്, ലീഡ് ഫോം, ഗൂഗിൾ ഫോം ഫ്രീ ആണ്. ഓക്കെ, അപ്പം മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഡിയൻസിന് ശരിയായ ഓഡിയൻസിന് ശരിയായ ഓഫർ കൊടുത്ത്, ശരിയായ മെസ്സേജ് കൊടുത്ത്, ശരിയായ പ്ലാറ്റ്ഫോമിൽ എത്തിക്കാം. അതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞത്. ശരിയായ ഓഫർ കൊടുക്കുന്നത് ശരിയായ പ്ലാറ്റ്ഫോമിലായിരിക്കണം. ഓക്കെ, നമ്മൾ ഓഡിയൻസിന് തന്നെ നേരിട്ട് വരണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ബിസിനസ് തുടങ്ങാം. ഈസി ആയിട്ട് എല്ലാം കൂടി ചുരുക്കി പറയാം. ഇതിപ്പോ ഞാൻ ChatGPT-നോട് ചോദിച്ച രീതിയിലാണ്. ഈസി ആയിട്ട് പറയാം. ആദ്യം നമ്മളൊരു വിഷനും മിഷനും തയ്യാറാക്കാം. ഫസ്റ്റ് നമ്മളെ ലൈഫ് വിഷൻ സെറ്റ് ചെയ്യാം. നമ്മളെ ജീവിതത്തിൽ എന്താണ് ആവേണ്ടത്, ആരായിട്ടാണ് കാണേണ്ടത്, നമ്മളെ മറ്റുള്ളവര് ഒരു 2 വർഷത്തിന് ശേഷം, 5 വർഷത്തിന് ശേഷം ആരായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു, അത് എഴുതി വെക്കുക. അതാണ് നിങ്ങളുടെ ലൈഫ് വിഷൻ അല്ലെങ്കിൽ ലൈഫ് ഡ്രീം. ഓക്കെ, ഇനി അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിനി ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾക്കുള്ള കഴിവുകളും ഈ വിഷനും, നിങ്ങൾക്കിപ്പം ആഗ്രഹമുള്ള ആ വിഷൻ എഴുതിയിട്ടുണ്ടല്ലോ, അതും ഉൾപ്പെടെ ChatGPT-നോട് പറയാം. എന്നിട്ട് ഇതിൽ എന്താണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏത് ഉപയോഗിച്ചാലാണ് നിങ്ങളെ ഡ്രീമിലേക്ക് എത്താൻ പറ്റുക എന്നുള്ളത് ചോദിക്കാം. നിങ്ങളെ കഴിവ് വെച്ചിട്ട് എന്നിട്ട് അതിനുശേഷം അതിന് എത്രത്തോളം നിങ്ങൾക്ക് കഴിവുണ്ട്. ഇപ്പൊ ബിസിനസ് ചെയ്യാനാണെങ്കിൽ ബിസിനസ്സിൽ എത്രത്തോളം കഴിവുണ്ട്, അതോ സർവീസോ മറ്റെന്തെങ്കിലും ആണോ കഴിവ് എന്നുള്ളത് ചെക്ക് ചെയ്യാം, ടാലന്റ് ടെസ്റ്റ് ചെയ്യാം. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ബേസിക് ആയി. ഇനി നിങ്ങൾ തീരുമാനിച്ചു, ഇപ്പൊ എന്ത് ബിസിനസ്സാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിച്ചു, 2 വർഷത്തിന്റെ ഉള്ളിൽ എത്രത്തോളം എത്തണം എന്ന് തീരുമാനിച്ചു. അപ്പൊ ഇനി വേണ്ടത് പ്ലാനിങ് തയ്യാറാക്കുക, മേക്ക് എ പ്ലാൻ കൊടുക്കുക ഫോർ ദിസ് ബിസിനസ്. പിന്നെ അത് ഗോൾസ് ആക്കി സെറ്റ് ചെയ്യാം. ഇപ്പൊ 6 മാസത്തെ ഗോള്, 3 മാസത്തെ ഗോള്, 1 മാസത്തെ ഗോള്,
ഓരോ ആഴ്ചയിലെയും ഗോളുകൾ ഇങ്ങനെ മുറിച്ച് മുറിച്ച് ചെറിയ ഗോളുകളാക്കി കൊണ്ടുവരിക. അതിനുശേഷം ഡെയിലി പ്ലാൻ തയ്യാറാക്കുക. ഓക്കെ, ഇത്രയും എത്തിയാൽ ഏകദേശം പ്ലാനിങ് ഓക്കെ അവിടെ നിന്നു. ഇനി വേണ്ടത് നേരെ പോവാ ക്യാൻവയിൽ അല്ലെങ്കിൽ ഒന്നെങ്കിൽ ക്യാൻവ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ മെറ്റായി യൂസ് ചെയ്തിട്ടോ നമുക്കൊരു ലോഗോ ക്രിയേറ്റ് ചെയ്യാം. കളറും തീമും എല്ലാം പറഞ്ഞു കൊടുത്താൽ ലോഗോ കിട്ടും. ഇവിടെ ചാറ്റ് ജി പി ടിയിൽ വന്നിട്ട് ഒരു പോസ്റ്റർ തയ്യാറാക്കി തരാൻ പറഞ്ഞാൽ ഡേറ്റും പേരും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പോസ്റ്ററും തയ്യാറാക്കി തരും. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ക്യാൻവയിൽ പോസ്റ്റർ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, എന്നിട്ട് ഇത് രണ്ടും വെച്ച് വാട്സപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുക. ആ ഗ്രൂപ്പിന് ഒരു പേരിടുക. ഈ ലോഗോ വെച്ച് കണ്ട് അതിന്റെ ഐക്കൺ ലോഗോ, ഈ ലോഗോ ഫോട്ടോ ആക്കുക, പ്രൊഫൈൽ ഫോട്ടോ ആക്കുക. എന്നിട്ട് നിങ്ങളെ സർവീസ് എന്താണോ അതിന്റെ ബെനിഫിറ്റ്സ്, ഞാൻ അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും എന്നല്ല വെക്കേണ്ടത്. നിങ്ങൾ കൊടുക്കുമ്പോൾ മറ്റുള്ളവർക്ക് കസ്റ്റമേഴ്സിന് എന്താ ബെനിഫിറ്റ് അത് ലിസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് തയ്യാറാക്കുക. നേരെ ചാറ്റ് ജി പി ടി വരിക, നിങ്ങൾ പറഞ്ഞാൽ മതി വാട്സപ്പ് പോസ്റ്റ് ഉണ്ടാക്കുക ബെനിഫിറ്റ്സ് ഉൾപ്പെടുത്തിക്കൊണ്ട്. വേണമെന്നുണ്ടെങ്കിൽ ഹിപ്നോട്ടിക് സ്ട്രാറ്റജിയും കൂടി യൂസ് ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെ എഴുതുക. നിങ്ങളെ കോണ്ടാക്ട് നമ്പർ കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പിന്റെ ലിങ്ക് അതിൽ ആഡ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ആളുകൾ അതിലേക്ക് എത്തും. അപ്പോൾ ഈ നമ്മൾ ഒരു സർവീസ് കൊടുക്കുമ്പോൾ മാക്സിമം ഫസ്റ്റ് കുറച്ച് ട്രയൽസ് എങ്കിലും അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം അവർക്ക് അറിയില്ലല്ലോ, നമ്മൾ തുടക്കല്ലേ. അപ്പോൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ സെയിം ടൈം ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക, ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും അതുപോലെ തന്നെ തുടങ്ങിയിടുക. നമ്മളിങ്ങനെ വീഡിയോസ് ചെയ്തുകൊണ്ടിരിക്കുക, ടിപ്സുകളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക. ആളുകൾ നമ്മളെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കട്ടെ, നമ്മളെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കട്ടെ, നമ്മളെ കഴിവിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കട്ടെ. അങ്ങനെ ആകുമ്പോൾ ആളുകൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങും, നിങ്ങൾ പെയ്ഡ് ക്ലാസ് തുടങ്ങുന്നുണ്ടോ എന്നുള്ളത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3 ഫ്രീ ക്ലാസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങളെ സർവീസ് എന്താണോ അതിനനുസരിച്ച്. ഇപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ആണെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റൂല. അപ്പൊ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ എഡിറ്റിംഗ് ചെയ്തിട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. എന്നിട്ട് അത് അവർക്ക് കാട്ടി കൊടുക്കുക. അല്ലെങ്കിൽ നിങ്ങൾ മുമ്പ് ക്ലയന്റിന് വേണ്ടി ചെയ്ത വർക്കുകൾ കാട്ടി കൊടുക്കുക. ഓക്കെ, അങ്ങനെ ക്ലയന്റിനെ എടുക്കുക, നിങ്ങളെ ബിസിനസ് വളർത്തുക. ഓക്കെ, ഏകദേശം ഞാൻ പറഞ്ഞു തന്നു. അപ്പം ഇപ്പം നമ്മൾ 0 ബഡ്ജറ്റിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതുപോലുള്ള നല്ല കോണ്ടന്റുകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാം, എന്നെ കുറച്ചും കൂടി പ്രോത്സാഹിപ്പിച്ച് വിടുക. ഞാൻ വീണ്ടും വരും. നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കണ്ട. ഓക്കെ, അപ്പോൾ ശരി, ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും പിന്നെ ഞങ്ങളെ പെയ്ഡ് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ പെയ്ഡ് ക്ലാസ്സിലേക്കുള്ള വാട്സപ്പ് ലിങ്ക് ഉണ്ട്, അതിൽ കയറുക. പെയ്ഡ് ക്ലാസ്സിന് താല്പര്യം ഉണ്ടെങ്കിൽ പറയാം. ഫ്രീ വെബിനാർസ് സംഘടിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള വിവരങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിലോ ആ ലിങ്കിൽ കയറി ജോയിൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ.